മന്ത്രി മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയുമായി കോൺഗ്രസിനകത്ത്. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രചാരണ പരിപാടിയിലെ പ്രസംഗത്തിനെതിരെയാണ് പരാതി. പ്രസംഗം ചിത്രീകരിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്യാമറാമാനെ വേദിയിൽ നിന്ന് എളമരം കരീം മാറ്റി നിർത്തി. കേന്ദ്രത്തിന്റെ യോജിച്ച ഇടപെടൽ കൂടി ഉണ്ടാകുന്ന നിലയിലേക്ക് നമുക്കിതിനെ മാറ്റി തീർക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൂടി ഈ വേളയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ജില്ലയുടെ പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ നേരത്തെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ വലിയ വലിയ ടൂർണമെന്റുകൾ നടത്തുമ്പോൾ അതിനു പറ്റിയ പശ്ചാത്തല വികസന സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 7.5 വർഷക്കാലം കോഴിക്കോട്ടെ നഗരത്തിലെ റോഡുകളുടെ വികാസം എടുത്ത് പരിശോധിച്ചാൽ ആ റോഡുകളെ മികവുറ്റ റോഡുകളാക്കി മാറ്റാൻ രാഹുൽ KV ആണ് വിവരങ്ങളുമായി. രാഹുൽ, ഈ പ്രസംഗത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ക്യാമറാമാനെ അവിടെ നിന്ന് മാറ്റിയത് എന്തുകൊണ്ടാണ്? അക്കാര്യത്തിൽ പാർട്ടി വിശദീകരണം നൽകുന്നുണ്ടോ? രതീഷ്, ഇന്നലെ നടന്ന പരിപാടിയാണ്. അതായത് എളമരം കരീമിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയാണ്. സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്നൊരു കൂട്ടായ്മ മണ്ഡലത്തിലെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ കോഴിക്കോട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം, അത്തരമൊരു വാക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘനമായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ പാടില്ല എന്നതാണ്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം കോഴിക്കോട് ഉണ്ടാകും എന്ന് പറഞ്ഞത് ഒരു പ്രഖ്യാപനമാണ്. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണെന്ന് കോൺഗ്രസ് പറയുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ ഭരണാധികാരിക്ക് അടക്കം പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്, മന്ത്രി പ്രസംഗിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥി ഈ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അത് ചിത്രീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്യാമറമാനെ മാറ്റി എന്നുള്ളത്. അതായത് സ്ഥാനാർത്ഥിയുടെ തൊട്ടടുത്തിരിക്കുന്നത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് രാജഗോപാലാണ്. അദ്ദേഹം എന്തോന്ന് സ്ഥാനാർത്ഥിയോട് പറയുകയാണ്. അതിനുശേഷമാണ് എളമരം കരീം വന്നിട്ട് ഈ ക്യാമറമാനെ അവിടെ നിന്ന് മാറ്റുന്നത്. തൊട്ടടുത്ത റൂമിലേക്ക്, അതായത് ഈ സ്റ്റേജിന്റെ പിറകിലേക്ക് കൊണ്ടുപോകുന്നു. മന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നീട് ആ ക്യാമറമാനെ പുറത്തേക്ക് വിട്ടത് എന്നതാണ്. ഈ എല്ലാ തിരഞ്ഞെടുപ്പ് പരിപാടികളിലും ഇങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ ചിത്രീകരണം ഉണ്ടോ? ഈ പെരുമാറ്റച്ചട്ട ലംഘനം എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇത് വലിയ ഗൗരവമുള്ള ഒന്നാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ടോ? രതീഷ്, അതായത് ഈ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണം അത് കർക്കശമായി തന്നെ തുടരുന്നുണ്ട്. അതായത് ഈ ഇത്തരത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പോകുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അത് വീഡിയോയിൽ ചിത്രീകരിക്കുന്ന അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്യാമറമാൻ ഈ പ്രസംഗം അത് ചിത്രീകരിക്കുകയായിരുന്നു. ഏതായാലും നമ്മൾ ഇത് സംബന്ധിച്ച് പാർട്ടിയോട് സംസാരിച്ചിരുന്നു, സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇത് ആ ഒരു വിധത്തിൽ ഒരു പൊതുപരിപാടി ആയിരുന്നില്ല. സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയാണ്. അപ്പോൾ ഇതാരാണ് വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം സംസാരിച്ചു എന്നുള്ളതാണ്. അല്ലാതെ മറ്റു വിധത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ്. കോൺഗ്രസ് ഏതായാലും ഈ മന്ത്രിയുടെ പ്രസംഗം ചൂണ്ടിക്കാട്ടി, അതായത് ക്യാമറമാനെ തടഞ്ഞു എന്നതിനപ്പുറത്തേക്ക് മന്ത്രിയുടെ പ്രസംഗം ചൂണ്ടിക്കാട്ടി, അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം അത് കോഴിക്കോട് ഉണ്ടാകും എന്ന ഒരു പ്രഖ്യാപനം അത് ചൂണ്ടിക്കാട്ടി പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഗൗരവത്തിൽ തന്നെ ഇതിനെ കാണുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ആ വിധത്തിലുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ശരി, മന്ത്രി മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പരാതിയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രചാരണ പരിപാടിയിലെ പ്രഖ്യാപനത്തിനെതിരെയാണ് പരാതി. ഉണ്ടാകുന്ന നിലയിലേക്ക് നമുക്കിതിനെ മാറ്റി തീർക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൂടി ഈ വേളയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ജില്ലയുടെ പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ നേരത്തെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ വലിയ വലിയ ടൂർണമെന്റുകൾ നടത്തുമ്പോൾ അതിനു പറ്റിയ പശ്ചാത്തല വികസന സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 7.5 വർഷക്കാലം കോഴിക്കോട്ടെ നഗരത്തിലെ റോഡുകളുടെ വികാസം എടുത്ത് പരിശോധിച്ചാൽ ആ റോഡുകളെ മികവുറ്റ റോഡുകളാക്കി മാറ്റാൻ കേന്ദ്രത്തിന്റെ ഈ പ്രസംഗം ചിത്രീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്യാമറമാനെ വേദിയിൽ എളമരം കരീം ഉൾപ്പെടെ മാറ്റുന്നതുമാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്.